പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്ത ആദ്യ എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. ആ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് പങ്കുവെക്കുന്നത്. ഓൾറെഡി റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള ഫുൾ ഷോ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. നിങ്ങൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറി ലൈൻ അപ്ഡേഷനിൽ ആദ്യം പങ്കുവെക്കാനുള്ളത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ഡെമിൻ പ്രീസ്റ്റ് വേഴ്സസ് ഫിൻ ബെല്ലർ തമ്മിലുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്മസ് വേഴ്സസ് ലുഡ്വിഗ് കൈസർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. വുമൻസിൻ്റെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഡെക്കോട്ട കായ് വേഴ്സസ് ലൈറ വാൽക്കീരിയ തമ്മിലുള്ള മത്സരം നടക്കാൻ പോകുന്നു എന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജെഡ് ഗേബിൾ വേഴ്സസ് മിസ്റ്ററി റസ്ലർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ആ മിസ്റ്ററി റസ്ലർ പെൻഡ എന്ന് പറയുന്ന AEWൻ്റെ മുൻ റസ്ലറായിരുന്ന താരമായിരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പെൻഡ അടുത്ത റോയിലൂടെ WWE മെയിൻ റോസ്റ്ററിൽ ഡെബ്യൂ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് 2026 റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് WWE ഒഫീഷ്യലി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജ് നമുക്ക് ഇന്നത്തെ റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്ന വീക്ക്ലി എപ്പിസോഡിന് ഇടയിൽ കാണാൻ സാധിച്ചു. മൂന്നാമത്തെ അപ്ഡേറ്റ് ജോൺസിനയെ സംബന്ധിച്ചാണ്. ജോൺസിന ഇന്നത്തെ റോയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫെയർവെൽ ടൂറിന് ആരംഭം കുറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ജോൺസിന റോയൽ റംബിളിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചും ആ 17ാമത്തെ തവണ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്ന ആ നിമിഷത്തെ സംബന്ധിച്ചുമെല്ലാം ജോൺസിന പറഞ്ഞു പോയതിനു ശേഷം പോസ്റ്റ് ഷോയിൽ അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കുറച്ച് പോയിന്റുകളുണ്ട്. അതിൽ ഒന്ന്, വേൾഡ് ടൈറ്റിലിന് പോകുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അതിന് ഒട്ടനവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. പഴയ പോലെ വലിയ രീതിയിലൊന്നും തനിക്ക് അതിന് ശ്രമിക്കാൻ സാധിക്കില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതും ജോൺസിന പറയുന്നുണ്ട്. പിന്നീട് ജോൺസിന പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ തഗ്നോമിക്സ് പ്രോട്ടോടൈപ്പ് ആ ക്യാരക്ടറുകളുടെയൊക്കെ ഒരു ഷെയ്ഡ് തൻ്റെ ഈ ഒരു ഫെയർവെൽ ടൂറിന് ഇടയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ്. അതായത് സൂപ്പർ സീന ക്യാരക്ടറിൽ നിന്ന് മാത്രമല്ല ജോൺസിനയുടെ വ്യത്യസ്തമാർന്ന ക്യാരക്ടറുകളും ഡിസംബറിൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ജോൺസിനയുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുമെന്നുള്ളതും ജോൺസിന ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ജോൺസിന പങ്കുവെക്കുന്ന മറ്റൊരു പോയിന്റ്, റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും WWE ബാക്ക് സ്റ്റേജിൽ ജോൺസിന പ്രവർത്തിക്കുമെന്നുള്ളതും ജോൺസിന പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒന്നെങ്കിൽ അവർ പുറത്താക്കണം, അല്ലെങ്കിൽ തന്നെ വരാതിരിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തായാലും ഈ കമ്പനിയുടെ ഭാഗമായിട്ട് താൻ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം മുന്നോട്ട് പോകും, റിങ്ങിലേക്ക് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതും ജോൺസിന ഈ പ്രസ് കോൺഫറൻസിൽ പറയുന്നുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ദ റോക്ക്, റോമൻ റീൻസ് തുടങ്ങിയ 2 സൂപ്പർ താരങ്ങൾ ഇന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഹഗ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോക്ക് റസൽമേനിയ 41 വർക്ക് ചെയ്യാൻ സാധ്യത ഇല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതിന് കുറച്ചും കൂടി ഒരു രീതിയിലേക്ക്, അതിൻ്റെ ഒരു തളത്തിലേക്ക് നമുക്ക് ഈ സ്റ്റോറി കാണാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് റോ എപ്പിസോഡിൽ ലഭിച്ചത്. അതായത് റോക്ക് ഇന്ന് വന്ന് അദ്ദേഹം പറഞ്ഞ പ്രൊമോയിലെ വേർഡുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫൈനൽ ബോസ് ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ടല്ല റോക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. കോഡി റോഡ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, റോമൻ റീൻസിനെ ഒറിജിനൽ ട്രൈബൽ ചീഫായി മെൻഷൻ ചെയ്തുകൊണ്ട്, സോളോ സിക്കോവയെ ട്രൈബൽ ചീഫായിട്ട് കാണുന്നില്ല എന്നുള്ളത് പോലും റോക്ക് ഇൻഡയറക്റ്റായി പറയുന്നുണ്ട്. അപ്പോൾ റോക്ക് ബ്ലെയിൻ സ്റ്റോറിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ റോമൻ റീൻസിനെതിരെ നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കോഡി റോഡ്സിനെതിരെ നിൽക്കുന്നതായിട്ടോ ഉള്ള വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഫൈനൽ ബോസ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു റോക്കിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചില്ല. അതിനർത്ഥം റസൽമേനിയ 41 റോക്ക് പങ്കെടുക്കാൻ സാധ്യത കുറവുണ്ട് എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതല്ല, സാധ്യത കുറവാണ് എന്നാണ് പറയാൻ പറ്റുകയുള്ളൂ. റോക്കിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നാളെ ബുധനാഴ്ച നടക്കുന്ന NXTയുടെ ന്യൂ ഇയേഴ്സ് ഈവിൾ എന്ന് പറയുന്ന ഷോയിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നു. NXTയുടെ ജനറൽ മാനേജറും റോക്കിൻ്റെ മകളുമായ അവ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. റോക്ക് തന്നെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടുകൊണ്ടാണ് ലൈവിന് ഇടയിലാണ് NXTയിലേക്ക് വരുന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പിന്നീട് WWE തന്നെ റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്ന എപ്പിസോഡിന് ഇടയിലൂടെ ഈ ഒരു വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോക്കിൻ്റെ അപ്പിയറൻസ് നല്ല രീതിയിൽ വ്യൂവർഷിപ്പ് ഉയർത്തുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി പങ്കുവെക്കാനുള്ള മറ്റൊരു പോയിന്റ് റോമൻ റീൻസിനെ സംബന്ധിച്ചാണ്. അതായത് റോമൻ റീൻസിനെ സംബന്ധിച്ച് റോമൻ റീൻസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ, റോമൻ റീൻസ് ഇപ്പോൾ ഉലാഫാല സ്വന്തമാക്കി ഒരേ ഒരു ട്രൈബൽ ചീഫ് എന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് റോമൻ റീൻസിൻ്റെയും പോൾ ഹേമിൻ്റെയും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് നമുക്ക് റോ എപ്പിസോഡിന് ഇടയിൽ കാണാൻ സാധിച്ചു. ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു പോയിന്റ് വ്യക്തമാണ്. റോമൻ റീൻസ്
ഈ മാസം അവസാനത്തെ റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ മാസം അവസാനം WWE 2K2025 അതിൻ്റെ ഒരു ഗെയിമിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പങ്കുവെക്കുന്ന രീതിയിലുള്ള ഒരു സെഗ്മെൻറ്റ് നടത്താൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മിക്കവാറും 2K25ൻ്റെ ഒരു കവർ പിക്ക് റോമൻ റീൻസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഈ 2 സൂപ്പർ താരങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത്. റോക്ക് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള മത്സരം വരുന്നതിനെ സംബന്ധിച്ചുള്ള സാധ്യതകളെ അവർ പ്രസ് കോൺഫറൻസിൽ റോമൻ റീൻസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് വരുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ തീരുമാനിക്കൂ, ഈ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് വിട്ടുതരുന്നു, ഇൻ്റർനെറ്റ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റോമൻ റീൻസ് ആ ഒരു ചോദ്യം തള്ളിക്കളയുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള മത്സരം ഈ ഒരു വർഷവും കാണാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് സ്റ്റോറി പോകുന്നത്. ട്രിപ്പിൾ എച്ച് ആയതുകൊണ്ട് തന്നെ ഒന്നും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.